നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്റെ അമ്മയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ആനുകൂല്യവും ലഭിച്ചില്ലെന്ന് കൊല്ലം ആയൂർ സ്വദേശി ബാബു. ഓപ്പറേഷന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങുവാനായി ഡോക്ടർ പറഞ്ഞെന്നും ബാബു പറയുന്നു. അമ്മ ചെല്ലമ്മയുടെ കാലിന്റെ ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഒരു മരുന്ന് പോലും തനിക്ക് ലഭിച്ചില്ലെന്ന് ബാബു പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ അമ്മയെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരു സാധനം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാം ഔട്ട്സൈഡിൽ നിന്നാണ് എനിക്ക് മൊത്തം ഒരു സിറിഞ്ച് പോലും എനിക്ക് മേടിച്ചു തന്നത്. ഞാൻ ഔട്ട്സൈഡിൽ നിന്നാണ് മേടിച്ചത്. ഔട്ട്സൈഡിൽ നിന്ന് ഓരോ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഞാൻ ചെന്ന് കാവലെ നിന്നിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങൾ മേടിച്ചത്. അത് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഞാൻ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ മറ്റുള്ള കാര്യത്തിനല്ല പറഞ്ഞു. ഓരോ സാധനം ഈ എൻ്റെ അമ്മയ്ക്ക് ഈ നരമ്പര കുത്താനുള്ള ഒരു വള്ളിയുണ്ട്. ആ വള്ളി മേടിക്കാൻ പറഞ്ഞാൽ അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, അത് നിങ്ങൾ ബാഗിനകത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ബാഗിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഇത് വേറെ ഇപ്പം വരാനില്ല. അത് 27-ാം വാർഡിലാണ് ഞാൻ കിടന്നത്. 27-ാം വാർഡിൽ 28, 27, 1 ഒരു ലേഡീസ് കിടക്കുന്ന ഓർത്തോ വിഭാഗത്തിൽ ഞാൻ കിടന്നു. ഞാൻ 13 ദിവസം ഞാൻ അവിടെ നിന്നു. ഈ 13 ദിവസം ഞാൻ അതേപോലെ നിന്ന് ഞാൻ ആ 13 ദിവസത്തിന്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വരണം, പൈസയുടെ കാര്യങ്ങളുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് എല്ലാം കൂടെ ഒരു 85,000 രൂപ എനിക്ക് ചെലവായിട്ടുണ്ട്. ഈ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞാൽ ഒരു 30-35 രൂപയ്ക്ക് പുറത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. 35 രൂപയ്ക്ക് ദാണ്ടെ ഇത്രയും ദാണ്ടെ ഈ ഇരിക്കുന്ന ദാണ്ടെ ഈ സാധനത്തിന് 35 രൂപ കൂടുതൽ ഞാൻ ചെലവാക്കി. ഭഗവതി മെഡിക്കലിൽ 35 രൂപ. അത് തിരിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലെ ഭഗവതി മെഡിക്കലിൽ 35 രൂപ കൂടുതൽ ഞാൻ ചിലവാക്കി. ഞാൻ ഈ ബില്ലുകൾ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുക. ഞാൻ ഓരോ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചേക്കും. ടൂൾസ് മേടിക്കാൻ മാത്രം പറഞ്ഞാണ്, ബാക്കി മരുന്നെല്ലാം ഔട്ട്സൈഡിൽ നിന്നാണ് മേടിച്ചത്. ടൂൾസ്, പിന്നെ നമ്മുടെ AC ലാബ്, HD ലാബ്, അവിടെ നിന്നെല്ലാം മൂത്രം ടെസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ഇതിനെല്ലാം നമ്മൾ പൈസ കൊടുത്താൽ ചെയ്യും. ഞാൻ 2 വട്ടം ഞാൻ സൂപ്രണ്ട് ഓഫീസിൽ പോയി. 2 അല്ല 4 പ്രാവശ്യം പോയി. 4 പ്രാവശ്യം ഞാൻ സൂപ്രണ്ട് ഓഫീസിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ഈ റാഡെങ്കിലും എടുക്കാനുള്ള പൈസ തരാൻ പറഞ്ഞു. പക്ഷെ അന്നേരം അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. ആ ചേച്ചി എടുത്ത് പറഞ്ഞു ഇപ്പം ആ പദ്ധതി ഇല്ല, നിങ്ങൾ ക്യാൻസറിനും പിന്നെ ഹാർട്ടിനുള്ള ഡോക്ടർമാർ അതിന് മാത്രമേ ഞങ്ങൾ എഴുതി കൊടുക്കത്തുള്ളൂ. അത്രയും പറയണമെങ്കിൽ ഞാൻ അതിപ്പോൾ നാളെ എൻ്റെ കൂടെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരപ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത ഡേറ്റിൻ്റെ അന്ന് എൻ്റെ അനിയനും ഞാനും കൂടെ ബ്ലഡും കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. O- ബ്ലഡ് ബാങ്കിൽ കൊടുത്തിട്ടാണ് വന്നത്. ഇത് കള്ളം പറയുന്ന കാര്യമല്ല. നമുക്ക് ആരുടെയും വേണ്ട, ഒരു ബെനിഫിറ്റ് വേണ്ട. പക്ഷെ നാളെ ഒരു രോഗി അവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു രോഗിയുടെ ഇത്രയും കാല് മുറിച്ചിട്ടേക്കുന്നു, ഒരു ഇത്രയും ഒരു മറ പോലും വെക്കാനുള്ള ആൾക്കാരില്ലല്ലോ. ഉണ്ടോ? ഒരു കാല് മുറിച്ച ഒരു അമ്മ, എത്ര കുഞ്ഞുങ്ങളവിടെ കിടക്കുന്നു, തറയെ കിടക്കുന്നു. ഞാൻ അനുഭവിച്ച വേദനയാണ് പറഞ്ഞത്, അല്ല നിങ്ങളെ ഈ ലോകത്തിൽ അറിയാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ.